ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു പാലാണിത്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ ജനങ്ങളും യാത്ര ചെയ്തിരുന്നത് ഈ പാലത്തിലൂടെയാണ്. ഈ പാലത്തിന് ഒരു ചരിത്രമുണ്ട്. ഈ പാലത്തിൻ്റെ അപ്പുറം പാണ്ടിക്കാട് പഞ്ചായത്താണ്. ഇങ്ങനെ വന്നിട്ട് ഇപ്പുറം വരുമ്പോൾ ഇപ്പോൾ അവിടെ റോഡൊക്കെ ഒഴിവാക്കി സ്റ്റെപ്പാക്കി ഇറങ്ങിയാണ്ട് നടന്നു പോകാൻ വേണ്ടിയിട്ട്. ഈ പാലത്തിൻ്റെ ഈ ഭാഗത്ത് പോരൂർ പഞ്ചായത്താണ്, ഓപ്പോസിറ്റ് സൈഡ് പാണ്ടിക്കാട് പഞ്ചായത്തും. ഈ രണ്ട് പഞ്ചായത്തും കാലാകാലവും ഭരിക്കുന്നത് UDF സർക്കാരാണ്. പോരൂർ പഞ്ചായത്ത് ഒരു തവണ ഒഴിച്ചാൽ ബാക്കി എല്ലാ സമയം ഫുൾ ടൈമും UDF ഭരിച്ച പഞ്ചായത്താണ്. അത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ ഒരു ആംബുലൻസൊക്കെ വരികയാണെങ്കിൽ മണിക്കൂറുകളോടൊക്കെ ഇവിടെ സ്വീപ്പായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതുവരെ UDF അല്ലാതെ MLA-മാരും MP-മാരും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപൂർവം സമയങ്ങളിൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പറഞ്ഞു വരുന്നത്, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വണ്ടൂർ മണ്ഡലത്തിൽ നിന്ന് അനിൽകുമാർ, പന്തളം സുധാകരൻ, അങ്ങനെ നിരവധി പേര് മന്ത്രിമാരും ഒക്കെ ആയിന ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ ഈ രണ്ട് തവണ വെച്ചാൽ UDF മന്ത്രിമാർ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇത്. പിണറായി വന്ന് രണ്ടാം പിണറായി സർക്കാർ നിർമ്മിച്ചതാണ് ഇപ്പോൾ ഈ കാണുന്ന പുതിയ പാലം. ഈ പാലത്തിൻ്റെ ഒരു ഹൈറ്റിൻ്റെ വ്യത്യാസം നോക്ക് നിങ്ങൾ. ഏത് കോലത്തിലുള്ള വെള്ളപ്പൊക്കം വന്നാലും ഇനി ഈ പാലം വെള്ളം മൂടില്ല, ഗ്യാരണ്ടി. കാരണം എന്താ, അത്രയും ഉയരത്തിലാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഈ പാലം അതിനൊന്ന് നല്ലൊരു ശക്തമായ മഴ വന്നാൽ ഈ പാലം മൂടിയിരുന്നു. വാർഡ് മെമ്പർ, പഞ്ചായത്ത്, അതേപോലെ നിയമസഭ, അതേപോലെ പാർലമെൻറ്റ് അംഗങ്ങൾ എല്ലാം കാലാകാലം UDF ഭരിക്കുന്ന ഒരു മണ്ഡലത്തിൽ വരുന്ന ഈ പാലം പുതുക്കി പണിയാൻ പിണറായി വിജയൻ വരേണ്ടി വന്നു എന്നതാണ് സത്യം. എന്നാൽ പ്രഗത്ഭരായ പല ആളുകളും ജയിച്ചു പോകുന്ന മണ്ഡലമാണിത്. PK കുഞ്ഞാലിക്കുട്ടി ഒരു തവണ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് ജയിച്ചപ്പോഴും ഈ മണ്ഡലം ഉൾപ്പെടുന്ന പാണ്ടിക്കാട് വരുന്ന ഇതിൻ്റെ ആ ഭാഗത്ത്. അതേപോലെ അഹമ്മദ് കേന്ദ്രമന്ത്രിയൊക്കെ ആയ ആളാണ്. അദ്ദേഹം വരുമ്പോഴും ഈ പാലം ഇതേപോലെ തന്നെയായിരുന്നു. കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് ഈ പുതിയ പാലത്തിലൂടെ വാഹനങ്ങൾ ഗതാഗതം തുറന്നു കൊടുത്തത്. ഗതാഗതത്തിന് മുഹമ്മദ് റിയാസ്, മിനിസ്റ്റർ മുഹമ്മദ് റിയാസാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പാലം, ഇത് ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നില്ലായിരുന്നു എങ്കിൽ ഈ പാലം ഇന്നും ഇതുപോലെ കിടക്കുമായിരുന്നു. അങ്ങനെയാണ് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് പ്രഗത്ഭരായ MP-മാർ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അഹമ്മദ്, അതുപോലെ കുഞ്ഞാലിക്കുട്ടി. ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ MP അബ്ദുസമദ് സമദാനിയാണ്. അങ്ങേ ഭാഗത്ത് MLA UA ലത്തീഫും, ഇങ്ങേ ഭാഗത്ത് വർഷങ്ങളായിട്ട് AP അനിൽകുമാറുമാണ് MLA. ഈ ഭാഗം പോരൂർ പഞ്ചായത്തും പാലത്തിൻ്റെ ആ ഭാഗം പാണ്ടിക്കാട് പഞ്ചായത്തും നിയമസഭാ മണ്ഡലം, പാർലമെൻറ്റ് മണ്ഡലം, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എല്ലാം ഭരിക്കുന്നത് UDF ആയിട്ട് ഈ ഒരു സിറാത്ത് പാലത്തിൽ കൂടെ ആയിരുന്നു ജനങ്ങൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ യാത്ര ചെയ്തിരുന്നത്. അതിനൊരു മാറ്റം വരാൻ ഇവിടെ ഇടതുപക്ഷ സർക്കാർ വേണ്ടി വന്നു. അത് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഇവിടെ ചെയ്യാൻ കഴിയും എന്നുള്ളത് തെളിയിച്ചു കൊടുത്ത ഇടതുപക്ഷ സർക്കാരിനുള്ള പിന്തുണയാകട്ടെ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നിങ്ങളുടെ വോട്ടുകൾ.